ഇന്ന് പാലക്കാട് ജില്ലയിലെ SKN പോർട്ടിയുടെ പര്യടനം രണ്ടാം ദിവസമായി ഇന്ന് ഒറ്റപ്പാലത്ത് ബസ് സ്റ്റാൻഡിലാണ്. PPS ലെക്ചർ പ്രസിഡന്റ് SKN പോർട്ടി ഇവിടെ തുടരുകയാണ്. ആഷ്മി, നമുക്ക് ഈ വാർത്തകളെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇവരോടൊക്കെ ഒന്ന് കൈകാര്യം ചെയ്താലോ? എന്തൊക്കെയാ വിഷയം? ഇതൊക്കെ സുഖമായിട്ട് പോകുന്നുണ്ടോ? ഓക്കെ ആണല്ലോ കാര്യങ്ങള്? ഞങ്ങളൊരു റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികളാണ്. 7 മണിക്ക് വിടത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അസോസിയേഷന്റെ ഭാരവാഹികളാണോ നിങ്ങള്? ഓക്കെ, നന്നായി നിങ്ങൾ വന്നത്. അങ്ങയുടെ ഈ പരിപാടി ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. താവക പ്രസിഡന്റാ? താവക പ്രസിഡന്റ് പേരെന്താ? ഗോപാലകൃഷ്ണൻ. അപ്പൊ തഹസിൽദാരാകുമ്പോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാലോ? അറിയാം. ഇന്നത്തെ നിലവിലെ പ്രസിഡന്റ്. അപ്പൊ എന്നോട് ആഷ്മി ഉണ്ട്, ക്രിസ്ത്യനെ ഉണ്ട്. ചേട്ടാ, ഒറ്റപ്പാലത്തിന് വരുമെന്ന് എങ്ങനെയാ? ഒറ്റപ്പാലത്തിന് വരുമെന്ന് അത് ചോദിച്ചറിയില്ല. പാലമരം അതങ്ങനെ ഒറ്റപ്പാലം എന്ന് വിളിച്ച് പിന്നീട് ഒറ്റപ്പാലമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അല്ല, അത് ആദ്യത്തോട്ട് എനിക്കറിയില്ല അതിനെ പറ്റിട്ട്. അത് കുഴപ്പമില്ല, തഹസിൽദാർക്ക് അറിയത്തില്ല, പിന്നെ ആർക്കും അറിയണമെന്നില്ല അല്ലേ? അല്ല, അങ്ങനെയില്ല. നമ്മുടെ വില്ലേജോട് ചോദിച്ചാലോ? കഴിഞ്ഞിട്ടാണല്ലോ തഹസിൽദാരാവുന്നത്. ചിലപ്പോ വില്ലേജ് ചിലപ്പോ കൊടികെട്ടിയ ആളായിരിക്കും. ഓക്കെ ഓക്കെ. ഒറ്റപ്പാലത്തിനെ കുറിച്ച് രണ്ടു തരത്തിൽ പറയുന്നത്, ഓരോ പാലം കടന്നു കഴിഞ്ഞാൽ ഒറ്റപ്പാലത്തേക്ക് എത്തുള്ളൂ. ഇവിടെ ഒരു പാലമുണ്ട്, അവിടെ ഒരു പാലമുണ്ട്. ആ പാലം കടന്നാലാണ് ഒറ്റപ്പാലത്ത് എത്തുള്ളൂ. അങ്ങനെയാണ് ഒറ്റപ്പാലത്ത്. അങ്ങനെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്റെ പേര് റഫീഖ്. ഞാനിവിടെ ഒറ്റപ്പാലത്ത് ബിസിനസ് ഉണ്ട്, ഒപ്റ്റിക്കൽസ് ആണ്, കന്നഡ കടയാണ്. ഓക്കെ, അപ്പൊ പിന്നെന്താ, തീർച്ചയായും. ഓർമ്മ ഉണ്ടാവണം. സാറിനെ ഞങ്ങള് ദിവസേന കാണാറുണ്ട്, ഞങ്ങളെ കാണാറില്ല എന്നുള്ളൂ. എന്താ ചെയ്യുന്ന ഇപ്പൊ? നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ലഹരിക്കെതിരെ ഞങ്ങളുടെ നമ്മുടെ വള്ളുവനാടൻ പ്രധാന ഇനമാണ്. ചെറിയൊരു കുട്ടിയാണ് അല്ലേ? ചെറിയ മക്കളെ, നിങ്ങളുടെ വീട് എവിടെയാ? സൂപ്പറായി അല്ലേ? ഗംഭീരമായി. എന്താ പേര്? ഹർഷവർദ്ധന. നീ ഒരു ഹർഷവർദ്ധനൻ തന്നെ. മോനെ, എന്താ പേര് നിന്റെ? സിദ്ധാർത്ഥ്. നിന്റെ പേരോ? ശ്രീനാഥ്. ഓക്കെ, സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എന്റെ അടി കിടിലമായി. ഓക്കെ, അപ്പൊ സന്തോഷമായി. ചേട്ടാ, മക്കളാണോ? ഓ, ഇതൊക്കെ കുട്ടിക്കാലത്ത് ശീലിപ്പിച്ചത്. ഇവര് 3 പേര് മക്കളാണോ? 2 പേര് മക്കള്. സഹോദരന്റെ മകനാണ്. സഹോദരന്റെ മകനാണ്. അപ്പൊ എന്തായാലും നന്നായി. ഇങ്ങനെ രംഗത്ത് ഉണ്ടായിട്ട് കുറെ കാലമായോ? ഇത് പാരമ്പര്യമായിട്ട് ചെയ്തു പോകുന്നതാണ്. തിരുവനന്തപുരം വള്ളുവനാടിന്റെ അനുഷ്ഠാന കലാരൂപമാണ്. ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളൊരു തവണ ഫ്ലവേഴ്സിൽ ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സ് ചെയ്തു. ഓക്കെ, സന്തോഷം. അപ്പൊ നമ്മൾ ഫ്ലവേഴ്സുമായിട്ട് ബന്ധമുള്ള ആളാ. അതെ അതെ. ഓക്കെ, താങ്ക് യു. തിരുവോണത്തിന് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു യാത്രയിലാണെന്ന് അറിയാലോ. എന്താ പരിപാടി അറിയാലോ? ഓക്കെ, മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു അവബോധം ആൾക്കാരിൽ ഉണ്ടാക്കാനും അതിനെതിരെ അന്തിമ യുദ്ധം നടത്താൻ തയ്യാറായിട്ട് നമ്മളാണ്. ചേട്ടൻ അറിഞ്ഞോ അത്? ചേട്ടൻ അറിഞ്ഞോന്ന് എനിക്കൊരു സംശയം. ചേട്ടനോട് ചോദിക്കട്ടെ. ചേട്ടന്റെ പേരെന്താ? എന്താ ചേട്ടൻ ചെയ്ത പണി? ഓട്ടോറിക്ഷ ഓടിക്കാം. അപ്പൊ ചേട്ടൻ അറിഞ്ഞല്ലേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അപ്പൊ നമുക്കിന്ന് കോഴിക്കോട് പോയാലോ? കോഴിക്കോടാണ് ഇതിന്റെ അന്തിമ സമ്മേളനം. അവിടെ നിന്ന് വിറപ്പിക്കണം നമുക്ക്. ഇല്ലെങ്കിൽ പിള്ളേരൊക്കെ വഴിയാതാരാവും. ഓട്ടോറിക്ഷയിലൊക്കെ വരുമ്പോ ആൾക്കാർ ഇങ്ങനെ നമ്മളിവിടെ കഴിവിന്റെ പരമാവധി ഇതിന്റെ കാര്യങ്ങളും സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടും കാര്യങ്ങളിവിടെ എല്ലാത്തിനും ഞങ്ങൾ ഒപ്പം നിൽക്കുന്നുണ്ട്. ഇവിടെ 140 വണ്ടിയുണ്ട്. 140 വണ്ടി ഞങ്ങള് വണ്ടിയുണ്ട്. എല്ലാം പ്രൈവറ്റ് ബസ്? ഇല്ല, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണോ? ഈ സ്റ്റാൻഡില് മറ്റേ 140 വണ്ടിയുണ്ട്. ഞങ്ങൾ കഴിവിന്റെ പരമാവധി സാർമാരായിട്ട് എല്ലാവരുമായിട്ട് ഇപ്പൊ അതിന് നിൽക്കുന്നുണ്ട്. പരമാവധി എല്ലാത്തിനും
ഒപ്പം നിൽക്കും. ഓക്കെ അപ്പൊ നമ്മളൊന്നിച്ചു പോകും. ഓക്കെ സൂപ്പർ സൂപ്പർ. ഒറ്റപ്പാലത്തെ ഓട്ടോക്കാരെ ലഹരിക്കെതിരെ പണ്ട് യുദ്ധം പ്രഖ്യാപിച്ചോന്നാ പറയുന്നത്. അവർക്കറിയാം. വേണ്ട പ്രഖ്യാപിച്ചോ? എന്താ പ്രഖ്യാപിച്ചായിരുന്നു നിങ്ങൾ? പിന്നെ ഇവരെല്ലാവരും സാധിക്കുന്ന ആൾക്കാരാണ്. പരിപാടി എനിക്കൊരു അപേക്ഷ ഉള്ളതെന്താ, ഈ ലഹരിന്റെ ആൾക്കാരെ പിടിച്ച അവരെ പരമാവധി സൃഷ്ടിക്കാനുള്ള അതിടണം. പിടിച്ച് വീടലാണ് ഈ നിയമങ്ങളൊക്കെ മാറി. ചോദിക്കാം, പിടിക്കാൻ കൊണ്ടേ ജാമ്യത്തിന് വിടുക. എന്താ പേര്? സുമേഷ്. യാത്ര പോകാൻ വന്നത്. നമ്മളൊരു യാത്രയില്ല, നമ്മുടെ യാത്രയെ കുറിച്ച് അറിഞ്ഞോ? തൃശ്ശൂർ. നമ്മള് കാസർഗോഡ് വഴി കോഴിക്കോട്. നമ്മള് കോഴിക്കോട് സമാപിക്കും. ചേട്ടന്റെ പേര്? ഇങ്ങോട്ട് വന്നു സുധാകരൻജി. എവിടെ? ഓക്കെ, എല്ലാവർക്കും അറിയാം കേട്ടോ. നമ്മള് അസുഖല്ലേ? അപ്പൊ നമ്മുടെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിൽ ഒരുപാട് ആൾക്കാർ നമ്മുടെ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു.